ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കഥ എന്ന രൂപത്തിൽ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് യോസേപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടു. യോസേപ്പിനെ സഹോദരന്മാർ 10 പേരും കൂടി സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചെടുത്ത് അവനെ ഇസ്മായിലർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു എന്ന് നാം കണ്ടു. അപ്പോൾ ഇനി എന്ത് സംഭവിച്ചു യോസേപ്പിനെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. വാക്യം പഠിക്കുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 39-ന്റെ 2-ാം വാക്യം. യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി, മിസ്രയീമ്യനായ യജമാൻ്റെ വീട്ടിൽ പാർത്തു. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നാം പഠിക്കാൻ പോകുന്നത് ഈ വാക്യം. കാരണം നാം കണ്ടു യോസേപ്പിനെ ഇസ്മായിലർക്ക് വേണ്ടി വിറ്റു എന്ന് കണ്ടു. അത് കഴിഞ്ഞ് അവനെ കൊണ്ടുപോയി പിന്നെ അവർ വിറ്റ സ്ഥലമാണ് മിസ്രയീമിലേക്ക് അവർ കൊണ്ടുപോയി. ഒരു മിസ്രയീമ്യനായ ഒരു യജമാനെ വേണ്ടി വിറ്റു എന്ന് കാണാം. അപ്പോൾ അവിടെ യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ കൃതാർത്ഥനായെന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കണ്ടേ? ഉൽപ്പത്തി 39-ന്റെ 2-ാം വാക്യം. യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി, മിസ്രയീമ്യനായ യജമാൻ്റെ വീട്ടിൽ പാർത്തു. കുഞ്ഞുങ്ങളെ, നമ്മോട് കൂടെ യഹോവയുണ്ടെങ്കിൽ നാം കൃതാർത്ഥരാകും. എന്ന് വെച്ചാൽ നാം ജയിക്കും, നാം സന്തോഷമുള്ളവരായിട്ട് തീരും. യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം എന്തായിട്ട് തീരും? നാം കൃതാർത്ഥരാകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ നമ്മോട് കൂടെ യഹോവയുണ്ടെങ്കിൽ നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും എന്തുണ്ടാകും? ഏത് സാഹചര്യത്തിലാണ് നാം ജീവിക്കേണ്ടി വന്നാലും നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. യഹോവ നമ്മോട് കൂടി ഇരുന്ന് നമ്മെ നടത്തും. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ന്റെ 2-ാം വാക്യം. യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി, മിസ്രയീമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. യോസേപ്പിൻ്റെ സഹോദരന്മാർ യോസേപ്പിനെ ഇസ്മായിലർക്ക് വിറ്റു. അവരുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ അകമ്പടി നായകനായ പൊത്തിപ്പേർ എന്ന മിസ്രയീമ്യൻ യോസേപ്പിനെ വിലയ്ക്ക് വാങ്ങി. അവൻ ആ മിസ്രയീമ്യൻ്റെ വീട്ടിൽ പാർത്തു. എന്നാൽ യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്ന് പോത്തിപ്പേറിന് മനസ്സിലായി. അതുകൊണ്ട് യോസേപ്പിനെ പോത്തിപ്പേർ ഗ്രഹവിചാരകനാക്കി. തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി. കാരണം യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു. അത് മുഖാന്തരം യഹോവ പോത്തിപ്പേറിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. യോസേപ്പ് കോമളനും മനോഹര രൂപിയും ആയിരുന്നു. പോത്തിപ്പേറിൻ്റെ ഭാര്യയ്ക്ക് യോസേപ്പിനോടങ്ങ് ഇഷ്ടമായി. അവൾ യോസേപ്പിനോടുകൂടെ തന്നോടുകൂടെ ജീവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ തന്നോടുകൂടെ ശയിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു കുഞ്ഞുങ്ങളെ. എന്നാൽ യോസേപ്പ് സമ്മതിച്ചില്ല. പരീക്ഷ വളരെ വളരെ അപകടകരമായ രീതിയിലാണ് യോസേപ്പിന് പരീക്ഷ ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നത്. കാരണം യജമാനൻ്റെ ഭാര്യയാണ്. എന്നാൽ അവൾ എത്ര പറഞ്ഞിട്ടും അവൻ സമ്മതിച്ചില്ല. കാരണം യോസേപ്പിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. യോസേപ്പ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ഞാൻ പാപം ചെയ്യുകയില്ല. അങ്ങനെ പാപം ചെയ്യുകയില്ല എന്ന് വിചാരിച്ചത് മുഖാന്തരമായിട്ട് അവൻ ആ പരീക്ഷയിൽ ജയിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നപ്പോൾ വീട്ടിലുള്ളവർ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വീണ്ടും അവനോട് പാപം ചെയ്യാനായിട്ട് അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ സമ്മതിക്കാത്ത മുഖാന്തരമായിട്ട് അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു. അപ്പോൾ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നമുക്ക് ബൈബിളിലെ വാക്യം അറിയാം. സാത്താന് ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അവനെ വിട്ട് ഓടിപ്പോവുക എന്നാണ് പറയുന്നത്. ഓടിപ്പോകും. അതുപോലെ യോസേപ്പ് അവളെ വിട്ടിട്ട് ഓടിപ്പോയി. എന്നാൽ അവളൊരു ഭർത്താവിനോട് നുണ പറഞ്ഞു. ആ ഡ്രസ്സ് അവൻ്റെ കയ്യിൽ വെച്ചിട്ട് ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, ദേ എന്നെ
നീ എന്നെ അപമാനിക്കുവാൻ വേണ്ടി അവൻ വന്നു. പക്ഷെ ഞാൻ നിലവിളിച്ചപ്പോൾ, എത്ര കള്ളത്തരം അവൾ പറഞ്ഞത്. ഞാൻ നിലവിളിച്ചപ്പോൾ അവൻ വസ്ത്രം വിട്ടിട്ട് ഓടിപ്പോയി. അതിനു വേണ്ടി വസ്ത്രം ഇതാ എന്ന് പറഞ്ഞു. അത്രമാത്രം നുണയാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത പോത്തിപ്പേറിൻ്റെ ഭാര്യയാണ്, യജമാൻ്റെ വീട്ടിലാണ്. അതാണ് ഈ കോൺസിക്വൻസ് എല്ലാം ഉണ്ടാകുമെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാലും അവൻ പാവം ചെയ്തില്ല. പോത്തിപ്പേർ അവനോട് ദേഷ്യമുണ്ടായി അവനെ കാരാഗ്രഹത്തിലാക്കി. ഒരു തെറ്റും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാതെ യോസേപ്പിനെ പോത്തിപ്പേർ കാരാഗ്രഹത്തിലാക്കി. അതേ കാരാഗ്രഹവാസം ചിലപ്പോൾ നമ്മൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കാതെ വന്നേക്കാം. മറ്റുള്ളവർ നുണ പറഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ പരീക്ഷയിൽ ജയിച്ചാൽ കർത്താവിൻ്റെ മുമ്പാകെ നമ്മൾ ലജ്ജിക്കേണ്ടതായിട്ട് വരില്ല. നമുക്ക് അങ്ങനെ ഇന്നിപ്പോൾ യോസേപ്പ് കാരാഗ്രഹത്തിലാണ്. എന്നാൽ അതാണ് നാം പഠിച്ച വാക്യം. യോസേപ്പ് കാരാഗ്രഹത്തിലാണെങ്കിലും യഹോവ യോസേപ്പിനോടുകൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. പോത്തിപ്പേറിൻ്റെ വീട്ടിൽ യോസേപ്പിനോടുകൂടെ കർത്താവ് ഉണ്ടായിരുന്നു എന്ന വാക്യമാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ടാണ് അവന് പരീക്ഷ വന്നപ്പോൾ ജയിക്കുവാനായിട്ട് സാധിച്ചത്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി 39:2 വാക്യം. യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാൻ്റെ വീട്ടിൽ പാർത്തു. അവൻ കൃതാർത്ഥനായി. അവന് മറ്റുള്ള അനുഗ്രഹങ്ങൾ കിട്ടി എന്നുള്ളതുകൊണ്ട് വീണ്ടും അവന് ഉപദ്രവവും കഷ്ടതയും ഉണ്ടാകുകയില്ല എന്നതിനർത്ഥമില്ല. കഷ്ടതയുണ്ടാകും, കണ്ണുനീരുണ്ടാകും, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കും, മറ്റുള്ളവർ ഇല്ലാത്ത വചനം നമ്മെക്കുറിച്ച് പറയും, ഇതെല്ലാം ഉണ്ടാകും. എന്നാൽ ആ സമയങ്ങളിൽ ദൈവം നമ്മളെ വിട്ടുപോകുന്നില്ല. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നമ്മുടെ കഴിഞ്ഞ കാല ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് നമുക്ക് നിരപ്പ് പ്രാപിക്കാം. ഇനിയുള്ള ജീവിതം പരീക്ഷകളിൽ ജയിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. യോസേപ്പിന് പരീക്ഷയിൽ ജയിക്കുവാൻ സാധിച്ചുവെങ്കിൽ നമുക്കും ജയിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഇവിടെ നമുക്ക് അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായിട്ട്, യോസേപ്പ് ഇപ്പോൾ ഒരു അടിമയാണ്. അടിമയായിട്ട് യോസേപ്പ് ജീവിക്കുമ്പോഴും കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ വീട്ടിലുള്ള അവനെ കാര്യവിചാരകനാക്കി യജമാനുള്ളതെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് നാലാമതായിട്ട് കാണാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, പരീക്ഷ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോസേപ്പിൻ്റെ ജീവിതത്തിലും പരീക്ഷയുണ്ടായി. ആറാമതായിട്ട് നമുക്ക് കാണാതെ പരീക്ഷയിൽ ഒരു പോറലും ഏൽക്കാതെ ജയിക്കുന്ന യോസേപ്പിനെ കാണാനായിട്ട് സാധിക്കും. ഏഴാമതായിട്ട്, അവനെ കഷ്ടതയുടെ യഹോവ കൂടെ ഉണ്ടായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. എന്നാലും അവൻ കാരാഗ്രഹത്തിൽ പോകേണ്ടതായിട്ട് വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദുഷ്ടം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിൻ്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കർത്താവെ, ഞങ്ങളോട് കൂടെ എപ്പോഴും കർത്താവ് ഉണ്ടാകത്തക്ക രീതിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞങ്ങൾ കൃതാർത്ഥരാകും. കർത്താവ്, നീ ഉണ്ടെങ്കിൽ, അങ്ങുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ ജയിക്കുവാൻ നിൻ്റെ കൃപ നൽകണം. തോറ്റുപോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കന്മാരോടും പ്രിയപ്പെട്ടവരോടും കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈയമർത്തണം. ഓക്കെ, ബൈ ബൈ. May God bless you all.